ഹായ് ഹലോ, എന്തെല്ലാവരും വിശേഷം സുഖമല്ലേ? അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ഒരു വാഞ്ചോ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് എപ്പോഴും ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ് അതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഓർഡർ വരാറുള്ളത്. റയറായിട്ടാണ് ഇങ്ങനെയുള്ള കേക്കുകളൊക്കെ ഓർഡർ വരാറുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഇതിൻ്റെ ഡെക്കറേഷൻ കാണാം. അപ്പോൾ ഈ ഓർഡർ എനിക്ക് തന്നിട്ടുള്ളത് എൻ്റെ മോളുടെ ഫ്രണ്ടിൻ്റെ ഉമ്മയാണ് കേട്ടോ. മോളുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിട്ട് അതിന് വേണ്ടിയിട്ട് രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വൈകിട്ടൊരു കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് സെറ്റ് ചെയ്തെടുത്തൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിത് 5 എഗ്ഗ് വെച്ചിട്ടാണ് കേക്ക് ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. 9 ഇഞ്ച് മോഡലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ജനലിൻ്റെ സൗണ്ട് നന്നായിട്ട് കേൾക്കണം. പുറത്ത് ഭയങ്കര കാറ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് സൗണ്ടുകളൊക്കെ കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും കേക്കിലേക്ക് തന്നെ വരാം. അപ്പോൾ ഞാനിത് ഫസ്റ്റ് വാനില സ്പോഞ്ച് വെച്ച് കൊടുത്തതിന് ശേഷം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ട് വൈറ്റ് ചോക്ലേറ്റും ക്രീം വെച്ചതിന് ശേഷം വൈറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം ഞാൻ ചോക്ലേറ്റ് സ്പോഞ്ച് വെച്ചിട്ട് അതിൽ കുറച്ച് ഗനാഷ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ചോക്ലേറ്റ് മിക്സ് ചെയ്ത ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അതിൽ കുറച്ച് ഗനാഷും കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മൂന്നാമത്തെ ലെയറായിട്ട് വാനില സ്പോഞ്ച് വെച്ചിട്ട് ആ സ്പോഞ്ചിൻ്റെ മുകളിലായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കേക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് നന്നായി തണുത്തതിന് ശേഷമാണ് ഫിനിഷിങ് വർക്കിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകിച്ച് ഡിസൈനും കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നോർമൽ അതിൻ്റെ ഒരു വാഞ്ചോൻ്റെ ഒരു ബേസിക് ഡിസൈൻ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഫോട്ടോ മതി എന്നിട്ട് ഞാൻ തന്നെ ഫോട്ടോ വിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്ന് തിരഞ്ഞെടുത്തൊരു മോഡലിലാണ് ഈ കേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ കേക്ക് ബോർഡൊക്കെ ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം അതിൽ ഫ്ലവർ വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വൈറ്റ് ചോക്ലേറ്റ് മുകളിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് അതിൻ്റെ മുകളിൽ ഡാർക്ക് ചോക്ലേറ്റ് ഒഴിച്ചതിന് ശേഷം അതിന് ചെറുതായിട്ട് സ്റ്റിക്ക് വെച്ചിട്ട് ചെറിയൊരു ഡിസൈനും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഹാപ്പി ബർത്ത്ഡേ എന്ന് ടോപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഫോണ്ടിലാണ് കേട്ടോ നെയിം എഴുതി കൊടുക്കുന്നത്. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോയത് കേട്ടോ.